ഹായ് ഗൈസ്, ഇന്നൊരു പാലപ്പത്തിൻ്റെ റെസിപ്പി ആയാലോ? അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ മാവ് തയ്യാറാക്കാം. 1.5 ഗ്ലാസ് പച്ചരി, ഒരു വലിയ തേങ്ങ ചിരകിയത്, 3 തവിയോളം ചോറ്, തേങ്ങാവെള്ളത്തിൽ ഈസ്റ്റും ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാവ് അരച്ചതിന് ശേഷം സ്വാദിഷ്ടമായ അപ്പം ചുട്ടു തുടങ്ങാം. ഐസ് ക്യൂബും ഐസ് വാട്ടറൊക്കെ ഉപയോഗിച്ച് വേണം നമ്മൾ ഈ അരിയും എല്ലാം തന്നെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലതായിട്ട് നമുക്ക് അപ്പം നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് വരും. ആദ്യം തന്നെ ഞാൻ 2 പ്രാവശ്യമായിട്ട് അരി ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അരി അരച്ചതിന് ശേഷം നമുക്ക് ബാക്കി ഓരോന്നായിട്ട് അങ്ങ് അരച്ചെടുക്കാം. പിന്നീട് ആ തേങ്ങ ഫുള്ളായിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നന്നായിട്ട് അരയുന്നുണ്ട് കേട്ടോ, പേസ്റ്റ് രൂപത്തിൽ വേണം അരച്ചെടുക്കാൻ. പിന്നീട് ചോറെല്ലാം ഇട്ടു. അങ്ങനെ ഈസ്റ്റ് ഇട്ട് വെച്ച തേങ്ങാവെള്ളം ഒഴിച്ചതിന് ശേഷം 1 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് നന്നായി അരച്ചെടുക്കാം. എന്നിട്ട് അരച്ചെടുത്ത എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം രാത്രി ഫുള്ള് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഈ ഒരു പരുവത്തിലാണ് ഞാൻ മാവ് അരച്ചെടുത്തേക്കുന്നത് കേട്ടോ. ഞാൻ നിങ്ങൾക്കൊരു കുഞ്ഞു ടിപ്പ് പറഞ്ഞു തരാം. ഇതേപോലൊരു സ്റ്റീൽ പാത്രത്തിൽ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അരച്ച് വെക്കുന്ന മാവിൻ്റെ പാത്രം ഇതിൽ രാത്രി ഫുള്ള് വെച്ച് റെസ്റ്റ് ചെയ്യണം. അപ്പം മാവ് നന്നായിട്ട് പുളിച്ച് പൊന്തും. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും മാവെല്ലാം നല്ല സോഫ്റ്റായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ ടിപ്പ് എത്ര ശരിയായെന്ന് ഇപ്പം മനസ്സിലായില്ലേ? അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കാം. എന്നിട്ട് നമുക്ക് അപ്പം ചുട്ട് തുടങ്ങാം. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറയുകയാണ്, നമ്മൾ ഈ അരി അരയ്ക്കുമ്പോൾ പ്രത്യേകിച്ച് അപ്പത്തിന് അരി അരയ്ക്കുമ്പോൾ തണുത്ത വെള്ളവും ഐസ് ക്യൂബും ഉപയോഗിച്ച് വേണം അരയ്ക്കാൻ. അപ്പോൾ സോഫ്റ്റായിട്ട് നല്ല പൂ പോലത്തെ അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അങ്ങനെ ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് വെജിറ്റബിൾ കുറുമയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ വേറെ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള അപ്പം റെഡി. കറിയും ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം വീട്ടിൽ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. ആദ്യമായി ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ്. അങ്ങനെ എല്ലാ രീതിയിലും നിങ്ങളുടെ സപ്പോർട്ട് വീണ്ടും ഞാൻ ചോദിക്കുന്നു. അപ്പോൾ ഇത്രയുമുള്ളൂ. ടാറ്റ, ബൈ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ.